ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ ചെറിയ മീനൊക്കെ കിട്ടുന്ന സമയത്ത് അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ മീനൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ, ഈ സൂചിക്കൊഴുവ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ചെറിയ മീൻ നന്നായിട്ട് തന്നെ ഉപ്പിട്ടിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യണം. എങ്കിൽ അതിൻ്റെ അഴുക്കും പിന്നെ ചെറിയ മണൽത്തരികളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരിത്തിരി ഉലുവയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകരം മുഴുവൻ ഉലുവ പൊട്ടിച്ചാലും മതി. ഇനി ഇതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. ഒരു 2-3 പീസ് വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ കുരുവൊക്കെ മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടിയും, പിന്നെ പേരിന് മാത്രം ഒരല്പം മല്ലിപ്പൊടി. ആ മല്ലിപ്പൊടി ഇട്ടെന്ന് നമുക്ക് അറിയരുത്, ആ ഒരു രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു ടൊമാറ്റോ പേസ്റ്റാക്കിയതാണ് കേട്ടോ. വെറുതെ അതിൻ്റെ പ്യൂറി എടുത്തതാണ്, മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ടൊമാറ്റോയ്ക്ക് നല്ല കളറുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കളറായി കിട്ടും. ഇനി കുറച്ച് പച്ച കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പകരം സാധാരണ നമ്മൾ ചേർക്കാറുള്ള ഉണങ്ങിയ കുടംപുളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ പച്ച കുടംപുളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ ഫിഷ് ചേർത്ത് കൊടുക്കുക. ഫിഷ് ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഇനി ഒരുപാട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല, മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ മുകളിലേക്ക് വെള്ളം നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെമ്മീനൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു അത്രയും സമയം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി വെളിച്ചെണ്ണയൊക്കെ മുകളിൽ തൂക്കി കൊടുക്കാം, കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.